ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോവാം. ചെയ്തു തരാം, ഒരാൾക്കെ കിട്ടിയുള്ളൂ. നമ്മള് കൈനാലിസിസ് പറഞ്ഞാൽ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി. സോ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി പറഞ്ഞത് എന്താ പറയുന്നത്? അതായത് നമ്മുടെ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി per unit volume should be less than or equal to distortion energy at yield point. ശരിയല്ലേ? ഇതാണ് കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ. ഓക്കെ, ഇതാണ് കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ അക്കോർഡിംഗ് ടു മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി തിയറി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഡെറിവേഷൻ, അതായത് ഇതിന്റെ നമ്മൾ ഫൈനൽ ഇക്വേഷൻ നമുക്ക് ഡെറിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം, അല്ലെ? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞായിരുന്നു മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതാണ് കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ. This is our condition for safe design. Okay. So, നമുക്ക് മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമുക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം. എന്താ ഡിസ്റ്റോർഷൻ എനർജി തരാമോ? ഡിസ്റ്റോർഷൻ എനർജി എന്ന് വെച്ചാല് നമ്മളിപ്പോ ഒരു മെറ്റീരിയലിനെ, ഞാനിപ്പോ ജസ്റ്റ് ഒരു മെറ്റീരിയലിനെ ഞാൻ എന്ത് ചെയ്യാം? ലോഡ് അപ്ലൈ ചെയ്യുന്നു. ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് ഇൻക്രീസ് ചെയ്യും? ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഇൻക്രീസ് ചെയ്യും, ശരിയല്ലേ? ആ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന എനർജി ഇൻക്രീസ് ചെയ്ത് സംഭവിക്കും നമ്മുടെ ഈൽഡ് പോയിന്റ് കഴിയുമ്പോഴേക്കും സംഭവിക്കും അവിടെ പ്ലാസ്റ്റിക് ഡീഫോർമേഷൻ ഉണ്ടാവും, അല്ലെ? അപ്പൊ കൂടെ സംഭവിക്കുന്ന വെച്ചാല് നമ്മുടെ ഈ മെറ്റീരിയലിനകത്ത് സ്റ്റോർ ചെയ്ത ടോട്ടൽ എനർജിന്ന് സം എമൗണ്ട് ഓഫ് എനർജി ലോസ്റ്റ് ഇൻ ദി പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ, അല്ലെ? ഈ പ്ലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കും കുറച്ച് എമൗണ്ട് ഓഫ് എനർജി ലോസ് ആയി പോകും. ഓക്കെ, അങ്ങനെ ആ സം എമൗണ്ട് ഓഫ് എനർജി ലോസ് ആയി പോയി കഴിഞ്ഞാല് ബാക്കി വരുന്ന എനർജിയാണ് നമ്മൾ എന്ത് പറയും? ഡിസ്റ്റോർഷൻ എനർജി എന്ന് പറയും. ഓക്കെ, ക്ലിയർ? അപ്പൊ അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഫോർമുല ഇതാണ്. മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും? വോളിയം സ്ട്രെയിൻ എന്ന നമ്മുടെ സ്ട്രെയിൻ എനർജി, ടോട്ടൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം മൈനസ് വോളിയം സ്ട്രെയിൻ എനർജി, അല്ലെ? ടോട്ടൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം മൈനസ് എന്ത് ചെയ്യണം? വോളിയം സ്ട്രെയിൻ എനർജി. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം കാണുന്ന ഫോർമുല. ഓക്കെ, ടോട്ടൽ സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം മൈനസ് വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി കാണുന്ന ഫോർമുല. ഇതിൽ നിന്നും നമുക്ക് ഇത് നമ്മൾ ഇക്വേഷൻ 1 എന്ന് വെച്ചു. ഓക്കെ, ഇക്വേഷൻ 1 നമുക്ക് ആദ്യം ടോട്ടൽ സ്ട്രെയിൻ എനർജി നമുക്ക് ഓൾറെഡി അറിയാം. യു ടോട്ടൽ നമ്മൾ കഴിഞ്ഞ ലാസ്റ്റ് തിയറി നമ്മൾ ഡിറൈവ് ചെയ്താണ് ടോട്ടൽ സ്ട്രെയിൻ എനർജി കാണുന്ന ഫോർമുല. ടോട്ടൽ സ്ട്രെയിൻ എനർജി കാണുന്ന ഫോർമുല നമുക്ക് ഓൾറെഡി അറിയാം, അല്ലെ? നമ്മൾ ആ ഫോർമുല നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Total strain energy is equal to 1/2E sigma 1 square plus sigma 2 square plus sigma 3 square minus 2 mu into sigma 1 sigma 2 plus sigma 2 sigma 3 plus sigma 3 sigma 1. ഓക്കെ, ഇതാണ് ടോട്ടൽ സ്ട്രെയിൻ എനർജി കാണുന്ന ഫോർമുല. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെറിവ് ചെയ്തതാണ്, അല്ലെ? ഇനി അടുത്ത നമുക്ക് എന്ത് വേണം? വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം വേണം, അല്ലെ? അടുത്ത നമുക്ക് വേണ്ടത് വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം. ഓക്കെ, ഇപ്പൊ വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം കാണാനുള്ള ഫോർമുല, സ്ട്രെയിൻ എനർജി കാണാൻ ഫോർമുല ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ട്രെയിൻ തന്നെയാണ്. അതിൽ നമുക്ക് വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. ഫോർമുല ഹാഫ് ഇൻറ്റു സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആണെങ്കിൽ നമ്മൾ ഏത് ഫോർമുല ഉപയോഗിക്കും? ഹാഫ് ഇൻറ്റു സ്ട്രെസ് സ്ട്രെയിൻ. ഓക്കെ,
ഈ സ്ട്രെയിൻ എനർജി ആണെങ്കിൽ ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു ഡിഫോർമേഷൻ മാറിപ്പോ കേട്ടോ. സ്ട്രെയിൻ എനർജി ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? സ്ട്രെയിൻ എനർജി ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ യൂസ് ചെയ്യും. ഓക്കെ, അടുത്ത സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ആണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ യൂസ് ചെയ്യും. ഓക്കെ, ഈ കാര്യം മാറിപ്പോഴും. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഈക്വൽ ടു എന്താ ഫോർമുല? ഹാഫ് ഇൻറ്റു സ്ട്രെസ് ഇൻറ്റു സ്ട്രെയിൻ. ഓക്കെ, ഇനി നമുക്ക് വേണ്ട വോളിയം സ്ട്രെയിൻ എനർജി അല്ലേ? വോളിയം സ്ട്രെയിൻ എനർജി ആകുമ്പോഴേക്കും നമ്മൾ ഉപയോഗിക്കുന്നത് വോളിയമെട്രിക് സ്ട്രെയിൻ ആണ്. വോളിയമെട്രിക് സ്ട്രെയിൻ അതുപോലെ എന്ത് നമ്മൾ ഉപയോഗിക്കും? നമ്മൾ വോളിയമെട്രിക് സ്ട്രെസ് ഉപയോഗിക്കും. വോളിയമെട്രിക് സ്ട്രെസ് എന്ന് വെച്ചാൽ ആവറേജ് സ്ട്രെസ് ആണ്. ഓക്കെ, ആവറേജ് സ്ട്രെസ്. അപ്പൊ ആവറേജ് സ്ട്രെസ് ഇൻറ്റു വോളിയമെട്രിക് സ്ട്രെയിൻ. ഓക്കെ, ഇതാണ് ഫോർമുല. ഇനി ഈ ഫോർമുലക്കകത്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ആവറേജ് സ്ട്രെസിന്റെ വാല്യൂസ് നമുക്ക് ഈ വോളിയം സ്ട്രെയിൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഇങ്ങനെയാണ്. സോ we will get volume strain energy per unit volume is equal to volume strain energy per unit volume is equal to half into average stress. Average stress means നമ്മുടെ കയ്യിലുള്ള സ്ട്രെസ് ഏതാണ്? ആ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിരിക്കാൻ സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3. their average means sum divided by 3 അല്ലേ? So average stress means sigma 1 plus sigma 2 plus sigma 3 divided by 3 is the average stress into next നമുക്ക് അടുത്തൊന്ന് വേണം. we need volume strain. Volume strain കാണാൻ വേണ്ടി നിങ്ങളെ ഫോർമുല മെക്കാനിക്സ് സോളിഡ്സ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഫോർമുല എഴുതിത്തരാം. വോളിയം സ്ട്രെയിൻ കാണാനുള്ള ഫോർമുല ഇതാണ്. വോളിയം സ്ട്രെയിൻ is equal to 1 minus q mu. mu mean Poisson ratio. 1 minus q mu divided by E into strain in x direction plus strain in y direction plus stress in x direction plus stress in y direction plus stress in z direction. Okay, ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾ മെക്കാനിക്സ് സോൾവ്സ് പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഡെറിവേഷൻ നമുക്ക് ഈ ആൻസർ ഫൈനൽ ആൻസർ മാത്രം മതി. സോ നമ്മളപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ? ഈ വോളിയം സ്ട്രെയിൻ എനർജി സ്ട്രെയിനിന് പകരം അതിന്റെ ഫോർമുല കൊടുക്കാണ്. എന്താ വോളിയം സ്ട്രെയിനിന്റെ ഫോർമുല? 1 minus 2 mu divided by E into ഇവിടെ സിഗ്മ എക്സ്, സിഗ്മ വൈ, സിഗ്മ ഇസഡ് എന്ന് വരുന്ന കൊടുക്കണം. സിഗ്മ 1, സിഗ്മ 2, സിഗ്മ 3 കൊടുക്കണം അല്ലേ? സോ ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3. ഓക്കെ, ഇതാണ് നമ്മുടെ വോളിയം സ്ട്രെയിൻ എനർജി, വോളിയം സ്ട്രെയിൻ. സോ നമ്മൾ ഈ കാണുന്ന ഫോർമുലാസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, നമ്മളിവിടെ എന്ത് ചെയ്യും? നമ്മൾ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ഹാഫിന് ആവറേജ് സ്ട്രെസ്സിന് വരെ സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 ബൈ 3 കൊടുത്തു. അത് വോളിയം സ്ട്രെയിന് വരെ അതിന്റെ ഫോർമുല ഇതാണ്. വോളിയം സ്ട്രെയിന്റെ ഫോർമുല. ആ ഫോർമുല നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഹാഫ് ഇൻറ്റു ഈ 2 into 3 6 വരും അല്ലെ? അപ്പൊ 1/6e 1 minus 2e 2 mu ആദ്യം 1 minus 2 mu ഫസ്റ്റ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ 2 into 3 will come 6. so 6e ഡിനോമിനേറ്റർ അല്ലേ? so 6e 1 minus 2 mu divided by 6e into then ശേഷം നമുക്ക് എന്ത് കിട്ടും? ഈ കാണുന്ന സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 ഇൻറ്റു സിഗ്മ 1 പ്ലസ് സിഗ്മ 3 രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ദ ഹോൾ സ്ക്വയർ എന്ന് പറയും അല്ലേ? സോ ഇറ്റ് വിൽ ബിക്കം സിഗ്മ 1 പ്ലസ് സിഗ്മ 2 പ്ലസ് സിഗ്മ 3 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതാണ് ഇതിന്റെ ഫോർമുല. നമുക്ക് ടോട്ടൽ വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം കാണാനുള്ള ഫോർമുല. ഓക്കെ, നമുക്ക് ഈ ഫോർമുല അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് കിട്ടി. ഇത് രണ്ടോട് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 1 നമ്മുടെ ഈ കാണുന്ന ഇക്വേഷൻ ആണ് അല്ലേ? ഇതിലേക്ക് നമ്മൾ കൊടുക്കുക, നമ്മളെ വാല്യൂസ് കൊടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം കിട്ടും. സോ മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം equal to എന്താണ് ഫോർമുല? ടോട്ടൽ സ്ട്രെയിൻ എനർജി മൈനസ് വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം അല്ലേ? ടോട്ടൽ സ്ട്രെയിൻ എനർജി ഇവിടെ കിടപ്പുണ്ട്.
So total strain energy and the formula 1 by 2E into sigma 1 square plus sigma 2 square plus sigma 3 square minus 2 mu into sigma 1 sigma 2 plus sigma 2 sigma 2 sigma 3 plus sigma 3 sigma 1. Okay, but total strain energy ആയി മൈനസ് അടുത്ത വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയം അത് ഈ കാണുന്ന ഫോർമുല അല്ലേ. സോ വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളത്തിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ഇത് കൊടുക്കുക. സോ മൈനസ് 1 മൈനസ് 2 mu divided by 6E divided by 6E into sigma 1 square plus sigma 1 minus 2E by 6 into എന്താണ് sigma 1 plus sigma 2 plus sigma 3 the whole square അല്ലേ. So sigma 1 square plus sigma 1 plus sigma 2 plus sigma 3 the whole square. Okay, ഇനി നിങ്ങൾ അതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഇതെങ്ങനെ സിംപ്ലിഫൈ? ജസ്റ്റ് നമ്മൾ ഈ കാണുന്ന ഇവിടെ മനസ്സിലായില്ല, നമ്മൾ ഈ കാണുന്ന ഫോർമുലയ്ക്കകത്ത് നമ്മൾ ഈ ടോട്ടൽ സ്ട്രെയിൻ എനർജിക്ക് പകരം അതിന്റെ ടേം കൊടുത്ത് വോളിയം സ്ട്രെയിൻ എനർജി പെർ യൂണിറ്റ് വോളിയത്തിന് പകരം അതിന്റെ ടേം കൊടുത്തു, അത്രേ ഉള്ളൂ. നമ്മൾ സിംപ്ലിഫൈ. സോ എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ 1/2E ഒരു കോമൺ ആണ്, അതിനെ വെളിയെടുക്കുക. സോ 1/2E നിങ്ങൾ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് ടേം കിട്ടും. ഇവിടെ നിങ്ങൾ a plus b plus c the whole square ഫോർമുല അപ്ലൈ ചെയ്യാം. ഓക്കെ, a plus b plus c the whole square ഫോർമുല അപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാം. സോ അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഫൈനൽ റിസൾട്ട് വരുന്ന ഇങ്ങനെ ആയിരിക്കും. ഫൈനൽ റിസൾട്ട് മാത്രം ബാക്കി നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കണം കേട്ടോ. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഫൈനൽ റിസൾട്ട് ഇങ്ങനെ വരും. ഫൈനൽ റിസൾട്ട് മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി ഇതിലിരിക്കട്ടെ, നമുക്ക് യൂസ് ചെയ്യും. മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം is equal to 1 plus mu divided by 6E 1 plus mu divided by 6E into sigma 1 minus sigma 2 the whole square plus sigma 2 minus sigma 3 the whole square plus sigma 3 minus sigma 1 the whole square. Okay, ഇതാണ് മാക്സിമം ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം കാണാനുള്ള ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ ഉപയോഗിക്കാം. അടുത്ത നമുക്ക് നമ്മൾ തിയറി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇത് മാക്സിമം ഡിസ്റ്റോർഷൻ പെർ യൂണിറ്റ് വോളിയം കാണാൻ ഫോർമുല ആയുള്ളൂ. ഇതാണ് നമ്മൾ സേഫ് ഡിസൈൻ്റെ കണ്ടീഷൻ അല്ലേ. നമ്മുടെ കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും, നമ്മൾ ഇതൊക്കെ എടുത്ത് നമ്മൾ ഇവിടെ കൊടുക്കണം അല്ലേ. സോ കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ. നെക്സ്റ്റ് അടുത്ത് കണ്ടീഷൻ ഫോർ സേഫ് ഡിസൈൻ. അതിന് മുന്നേ ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ ഇറേസ് ചെയ്യാൻ പോകണം. Next, condition for safe design. ഇങ്ങനെ ഓൾറെഡി ഇതാണ് കണ്ടീഷൻ അല്ലേ. നമ്മൾ കൊടുക്കുക ഫസ്റ്റ് മാക്സിമം ഡിസ്റ്റോർഷൻ പെർ യൂണിറ്റ് വോളിയം ഈ കാണുന്നിട്ട്. സോ 1 plus mu divided by 6E into sigma 1 minus sigma 2 the whole square plus sigma 2 minus sigma 3
sigma 2 ആണ് sigma 2 minus sigma 3 the whole square plus അടുത്ത sigma 3 minus sigma 1 the whole square. ഓക്കെ, ഇതാണ് നമ്മുടെ മാക്സിമം ഡിസ്റ്റോർഷൻ പെർ യൂണിറ്റ് വോളിയം. ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ് ഡിസ്റ്റോർഷൻ എനർജി അറ്റ് yield പോയിന്റ്. ഡിസ്റ്റോർഷൻ എനർജി അറ്റ് yield പോയിന്റ് കാണുന്ന പോലെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ഡിസ്റ്റോർഷൻ എനർജി പെർ അറ്റ് yield പോയിന്റ്. ഡിസ്റ്റോർഷൻ എനർജി അറ്റ് yield പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? അത് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഫോമുലയ്ക്കകത്ത് ഇതാണ് ഡിസ്റ്റോർഷൻ കാണുന്ന ഫോമുല. ഈ കാണുന്ന ഫോമുല നിങ്ങൾ ഈ കാണുന്ന ഫോമുലയ്ക്കകത്ത് നിങ്ങൾ സിഗ്മ 1 നിങ്ങൾ yield സ്ട്രെസ് കൊടുക്കുക. ഓക്കെ, സിഗ്മ 2 സിഗ്മ 3 എന്താക്കി മാറ്റുക? 0 ആക്കി മാറ്റുക. ഓക്കെ, അപ്പൊ സിഗ്മ 1 വരെ yield സ്ട്രെസ് കൊടുക്കുക. സിഗ്മ 2 സിഗ്മ 3ക്ക് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? 0 കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ സിഗ്മ 2 ക്യാൻസൽ ആയി 0 ആണ്, സിഗ്മ 2 0 ആണ്, സിഗ്മ 3 0, സിഗ്മ 3 0, രണ്ട് സിഗ്മ 1 കാണും അല്ലേ? ആ 2 6 കട്ട് ചെയ്ത് പോയ ബാക്കിയുടെ 1/3 എന്ന് വരും. സോ നമ്മുടെ ഫൈനൽ ആൻസർ ഇങ്ങനെ വരും. നമ്മുടെ ഫൈനൽ ആൻസർ മീൻസ് നമ്മുടെ ഡിസ്റ്റോർഷൻ എനർജി പെർ യൂണിറ്റ് വോളിയം ഇങ്ങനെ വരും. 1 plus mu divided by 3e into എന്താണ് yield stress sigma y by n factors എപ്പോഴും ഡിവൈഡ് ആണ് അല്ലെ? sigma y by n the whole square എന്ന് വരും. ഓക്കെ, ഇതെങ്ങനെ വന്നെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഐഡിയ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങൾ സിഗ്മ 2നും സിഗ്മ 3യും 0 കൊടുക്കുക. അപ്പൊ ഈ ടേം അവിടെ 0 എങ്ങനെ വരും? ഈ ടേം 0 ആയി പോയി. അപ്പൊ ഈ ടേം അവിടെ പോയി. സിഗ്മ 2 സിഗ്മ 2 0, അപ്പൊ ഈ ടേം ഫുൾ 0 ആയി മാറി. സിഗ്മ 3 0, ഈ ടേം 0. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കാണുന്ന സിഗ്മ 1 വരെ നിങ്ങൾ എന്ത് കൊടുക്കുക? സിഗ്മ y കൊടുക്കുക. അപ്പൊ സിഗ്മ 1 വരെ നിങ്ങൾ എന്ത് കൊടുക്കുക? സിഗ്മ y കൊടുക്കുക. ഓക്കെ, സിഗ്മ 1 വരെ നിങ്ങൾ സിഗ്മ y കൊടുത്തതിനാൽ ഇവിടെ എന്ത് വരും? സിഗ്മ y സ്ക്വയർ ദാറ്റ് മീൻസ് 2 സിഗ്മ y സ്ക്വയർ. ആ 2ഉം 6ഉം ക്യാൻസൽ ആയിപ്പോയി. അതാണ് 1/3 ഇവിടെ വന്നത്. ഓക്കെ, അപ്പൊ ബാക്കി എന്ത് വരും? ആ ക്യാൻസൽ ആയ ബാക്കി നമുക്ക് സിഗ്മ y സ്ക്വയർ എന്ന് വരും. ഫാക്ടേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ സിഗ്മ y ബൈ ദ ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് അടുത്തത് ഇവിടെ ഏത് ക്യാൻസൽ ആയപ്പോ ഇവിടെ ജസ്റ്റ് ഇന്ന് മനസ്സിലാവും 1 plus mu അല്ലെ? 1 plus mu will cancel each other, and next e also cancel, 3 cancel with 2 അല്ലെ? സോ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്ന എങ്ങനെയാണ്? അക്കോർഡിംഗ് ടു മാക്സിമം ഡിസ്റ്റോർഷൻ തിയറി ഫൈനൽ ആൻസർ ഇങ്ങനെ കിട്ടും. സിഗ്മ 1 minus sigma 2 the whole square plus sigma 2 minus sigma 3 the whole square plus sigma 3 minus sigma 1 the whole square less than or equal to divided by 2 equal apparamba ഇവിടെ 2 വരും അല്ലേ? So 2 into sigma y by n the whole square എന്ന് വരും. ഇതാണ് condition for safe design according to maximum distortion energy theory. Okay, clear? ഇതൊന്ന് എഴുതിയെടുത്ത് പെട്ടെന്ന് എഴുതിയെടുക്കും. ഞാനിതെല്ലാം കൺക്ലൂഡ് ചെയ്ത ഒരു ഫോമിൽ തരാം, ഒരു ടേബിൾ ആക്കി തരാം.
ഏതൊക്കെയാണ് റബ്ബർ ചെയ്യട്ടെ? ഉം? ഓക്കേ, അത് ഫുൾ ഏത് കഴിയുമ്പോൾ ഞാൻ അറിയിക്കാം. ഏത് കഴിഞ്ഞ ശേഷം ഞാൻ എന്ത് ചെയ്യാം, അത് അടുത്ത സ്ക്രീനിലേക്ക് പോവാം. അപ്പൊ ഞാൻ ടേബിൾ വരയ്ക്കട്ടെ. ഓക്കെ ആണോ?
നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ ഇത് കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ എഴുതിയ ടേബിൾ കാണാൻ പറ്റുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കാമോ? ഞാൻ ടേബിൾ സ്ക്രീനിൽ വരയ്ക്കുന്നുണ്ട്, അത് കാണാൻ പറ്റുന്നോ ഒന്ന് മെസ്സേജ് അയക്കാമോ? പറ്റുന്നുണ്ടല്ലേ? ഓക്കെ. നമ്മളതിന്റെ ജസ്റ്റ് ഇതിന്റെ കൺക്ലൂഷൻ എഴുതാൻ പോവാം. തിയറി, സേവ് ഡിസൈൻ ഫോർമുല, നോ ആക്സിയൽ ആൻഡ് പറഞ്ഞുതരാം. നോ ആക്സിയൽ ലോഡ് ആൻഡ് ബെൻഡിങ് ആൻഡ് ട്വിസ്റ്റിംഗ് വള്ളി, ലാസ്റ്റ് ഫെയിലർ സർഫസ്. ഫെയിലർ സർഫസ്. നിങ്ങള് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ഇതുപോലെ ഒരു ഫോമുല നിങ്ങൾ ഇതേപോലത്തെ ഫോമുല നിങ്ങൾ ആദ്യം ഈ ടേബിൾ ആദ്യം വരയ്ക്കുക കേട്ടോ. ടൈം തീരാറായി. ആദ്യം ടേബിൾ ആദ്യം വരയ്ക്കാം. ശേഷം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ ഈ എണ്ണം നിങ്ങൾ ഫില്ല് ചെയ്യാം. ഏത് ഫില്ല് ചെയ്യണം? നിങ്ങൾ തിയറി എഴുതിയിട്ട് 5 തിയറിയുടെ പേര് എഴുതുക. ഓക്കെ, നമ്മൾ പഠിച്ച ഓർഡറിൽ 5 തിയറിയുടെ പേര് എഴുതുക. അതിന്റെ ഫൈനൽ ഫോമുല മാത്രം ഇവിടെ എഴുതുക. ഓക്കെ, ഈ 2 കാര്യം ഞാൻ എന്ത് ചെയ്യാം, എഴുതിത്തരാം. ഞാൻ വരച്ചുതരാം ഈ 2 കാര്യങ്ങൾ. ഓക്കെ, പെട്ടെന്ന് വരച്ചെടുത്ത് ടേബിളിൽ നിങ്ങൾ ഈ ഫസ്റ്റ് 2 കോളം നിങ്ങൾ ഫില്ലാക്കണം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫില്ലാക്കില്ലേ? നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഫില്ലാക്കിയിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ്സിനകത്ത് ഞാൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി 2 കോളം നിങ്ങൾ ഫില്ലാക്കിയിട്ട് നിങ്ങൾ ഇരിക്കും.